ഞാൻ കൊണ്ട് ചെയ്തെടുത്ത റൗണ്ട് നെക്ക് ഡിസൈനാണ്. ഈ ഡിസൈൻ രണ്ട് കളർ നൂല്, ലൈറ്റ് പിങ്കും പച്ചയും കളറുള്ള നൂല് ഉപയോഗിച്ചിട്ട് അത് ചെയ്തെടുത്തത്. അപ്പോൾ ഈ നെക്ക് കാണാൻ ഏകദേശം അതേമാതിരി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ കളറുള്ള നൂലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പ് നെക്ക് ചെയ്യുന്നതിന് എല്ലാത്തിനും 130 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയിൻ ഇട്ടിട്ട് 130 ചെയിൻ ഇട്ട് വയ്ക്കുക, എന്നിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 130 ചെയിൻ ഇടുക ആദ്യം. 1 ചെയിൻ ഇട്ട് വയ്ക്കുക. അത്രയും ചെയിനുകൾ ഇട്ട് വെച്ചു. ഇനി ഒരു കാര്യം, ഓരോ ചെയിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഉണ്ടോ? അതേമാതിരി ഓരോ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തിട്ട് ഈ അറ്റം വരെ കൊണ്ടുവരണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്ത് കണ്ടേ. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വിധം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ഇല്ലേ, അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഉണ്ടോ? 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ 3 ഡബിൾ ക്രോഷ്യായി. അടുത്തതിൻ്റെ മുകളിൽ അടുത്ത ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. അപ്പോഴേ ഈ നെക്കിന് റൗണ്ടിൻ്റെ ഷേപ്പ് വരുന്നത്. സ്ട്രെയിറ്റ് ആയാൽ നമുക്ക് ശരിയാവില്ല. റൗണ്ട് ഷേപ്പ് അല്ലേ, 2 ചെയ്തെടുത്ത് പിന്നെ വീണ്ടും അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ സിംഗിളായിട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയിൻ വെച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒന്നും കൂടെ ചെയ്യണം. ചെയ്ത് 3 ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അല്ലേ, അപ്പോൾ അതേമാതിരി വന്നു. ഇതേമാതിരി 3, 2 അങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ ഡബിൾ ക്രോഷ്യയിൽ റൗണ്ടായിട്ട് ചെയ്തെടുത്തു. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക നോക്കാം. അടുത്ത സ്റ്റെപ്പ് 3 ചെയിൻ ഇടുക. ചെയിനിട്ട് പിന്നെ ഒരു 4 ചെയിൻ വീണ്ടും ഇടുക. 4 ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കുക. ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ വി സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ അതിനെ അടുപ്പിച്ചും കൊണ്ട് തന്നെ ഇതെടുക്കുക. കണ്ടോ, സോറി തെറ്റിപ്പോയി. 4 ചെയിൻ ഇവിടെ ഇട്ട് നമ്മൾ ചെയ്തെടുത്തതിൻ്റെ ഡബിൾ ക്രോഷ്യൻ്റെ ചെയിനിൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ വി എന്നുള്ള ഷേപ്പിൽ വരണം. കണ്ടത് അതേമാതിരി വന്നു. ഇനി അടുത്ത ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിപ്പോൾ 1 2 3 ഒഴിവാക്കി 4ാമത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ഗ്യാപ്പ് വന്നല്ലോ ഇവിടെ, കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ 4 ചെയിൻ വീണ്ടും ഇടുക.
ഇവിടെ അതായത് അതിൻ്റെ മുകളിൽ തന്നെ ആ ചെയിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ വന്നതുണ്ട്. ഇവിടെ ഒരു ചെയിന്, പിന്നെ വീണ്ടും ഒരു ചെയിനിട്ടിട്ട് ഞാൻ 3 എണ്ണം ഒഴിവാക്കി അടുത്തതിൻ്റെ 2 എണ്ണം കഴിഞ്ഞ് ഒന്നും കൂടി ഒഴിവാക്കിയിട്ട് ഇവിടെ അങ്ങനെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. നാല് ചെയിനിടുക. 4 ചെയിൻ ഇട്ടിട്ട് ഇവിടെ അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി വന്നു. അപ്പോൾ കണ്ടു, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ ഒരു ചെയിന് ക്രോഷ്യ കാണുന്നില്ലേ? ഇതേമാതിരി വന്നു. ഇനി പിന്നെ വീണ്ടും 3 ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് 3 എണ്ണം ഒഴിവാക്കി 4-മത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും 4 ചെയിനിടുക. വി മാതിരി വരണം. അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അതേമാതിരി വന്നുകൊണ്ട് ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു. ഈ മാതിരി ചെയ്തെടുത്ത് ഫുള്ളായിട്ട് ചെയ്ത് ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അടുത്തല്ല, ഈ ചെയിനിട്ട് വെച്ചതുണ്ടല്ലോ, ഈ ചെയിനിട്ട് വെച്ചതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചത് ഒരു സിംഗിൾ ക്രോഷ്യാണ്. അടുത്ത ഡബിൾ ക്രോഷ്യ 6 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. 2 എണ്ണമായി. ഇപ്പം 3 4 5 ഒന്നും കൂടെ ചെയ്തിട്ട് ഗ്യാപ്പ് കൂടെ 7 എണ്ണം ചെയ്യട്ടോ. 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തതിന് ശേഷം ഇവിടുത്തെ ഈ ചെയിൻ ഉണ്ടല്ലോ, നമ്മളിവിടെ ഈ ചെയിനിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ജോയിൻ്റ് ആക്കുക. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. മൂന്ന് 4 5 6 7 ഡബിൾ ക്രോഷ്യ വേണത് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. അപ്പോൾ അത് അതേമാതിരി വന്നിട്ടുണ്ട്. ഇതേമാതിരി അടുത്തതിൻ്റെ മുകളിലും ചെയ്തെടുക്കുക. 7 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ടോ ഇതിപ്പോൾ ചെയ്തില്ലേ, 2 കള്ളി ചെയ്തെടുത്ത മാതിരി ഇപ്പോൾ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് വരെ ചെയ്തെടുത്തുകൊണ്ടാണ്.
ഈ ഒരു റൗണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇതേമാതിരി തയ്ച്ചെടുത്തുള്ളൂ. ഈ ഒരു ഇത് ഫുള്ളായിട്ട് ഞാൻ തയ്ച്ചെടുത്തുള്ളൂ ഇതേമാതിരി. അപ്പം ഇത് ഇവിടുന്ന് കളറ് മാറ്റി വേറൊരു കളർ കൊടുക്കാം. 3 കളർ കൊടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കട്ട് ചെയ്ത് ഒഴിവാക്കാം. കോള് അറിയാതെ പോയത്. അങ്ങനെ വന്നു. ഇനി അടുത്തത് ഞാൻ കൊടുക്കുന്നത് ഈ പച്ച കളറാണ്, പാരറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ ആദ്യം അത് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. സിംഗിൾ ക്രോഷേ ചെയ്ത് ജോയിൻ്റ് ആക്കി 2 ചെയിൻ ഇട്ടു. വീണ്ടും 4 ചെയിൻ ഇട്ടു. 1 2 3 4. പിന്നെ ഇവിടെ രണ്ടാമത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്തിടും. അപ്പോൾ അതവിടെ വി മാതിരി വന്നുകൊണ്ട് അടുത്ത ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ച് അവിടെ എടുക്കുക. അവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ട് 4 ചെയിൻ ഇടുക. 1 2 3 4 ചെയിൻ ഇട്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അഴിഞ്ഞു പോകുന്നുണ്ട്. അതേമാതിരി ബി വന്നില്ലേ. ഇവിടെ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ ഉണ്ടല്ലോ ഒരു ഡബിൾ ക്രോഷേ ചെയ്തിട്ട് 4 ചെയിൻ ഇടുക. 4 ചെയിൻ ഇട്ടിട്ട് ഇവിടെ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുത്ത് അങ്ങനെ ആദ്യത്തെ ഈ അടുത്ത് വെച്ച സെക്കൻഡ് റൗണ്ട് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ ഇവിടെ ആദ്യം ചെയ്തെടുത്തില്ല, ഈ ഇതിൻ്റെ മുകളിൽ ചെയ്തെടുത്ത മാതിരി തന്നെ 6 ഡബിൾ ക്രോഷേ എടുത്തിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ സിംഗിൾ ക്രോഷേ കൊടുത്തതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു 2 ഡബിൾ ക്രോഷേ ചെയ്താൽ മതി. ഇനി അതവിടെ 6 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. ആഴം ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഈ ചെയിൻ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളത് അത് ജോയിൻ്റ് ആയിരിക്കും. സിംഗിൾ ക്രോഷേ കൊടുക്കുക. അപ്പോൾ അതേമാതിരി വരുന്നുണ്ട്. ഇനി അടുത്തത് അവിടെ ചെയ്യുക. വേറൊരു ഡബിൾ ക്രോഷേ ചെയ്ത് അതേമാതിരി 6 ഡബിൾ ക്രോഷേ ചെയ്ത്
ജോയിൻ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ ഇതേമാതിരി ഉണ്ടാക്കാനാണ്. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്ത് കൊണ്ടുവരണം. ഈ ചെയിനിട്ടത് വരെ ഞാൻ ചെയ്തെടുത്ത നെക്കിൻ്റെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. നെക്ക് കാണാൻ ഇതേമാതിരി ഉണ്ട്.